എല്ലാവരും വിശ്വസിക്കുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ വിശ്വസിക്കുന്നവരൊന്ന് വലത് കയർത്തിയേ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്. ആ കൈയൊന്ന് വീശി കാണിച്ചേ. നന്നായി വീശി കാണിച്ചേ. അടുത്തുള്ളവൻ്റെ തലയിൽ ഒരു തട്ട് വീഴണ്ടേ? നന്നായി കൈ. ഓക്കെ, കൈ താത്തിട്ടെ. നിങ്ങൾ കൈ ഉയർത്തി വീശിയത് കൊണ്ട് എനിക്ക് 100% ഉറപ്പായി വായിച്ച വചനത്തിൻ്റെ അർത്ഥം നന്നായി മനസ്സിലായിട്ടില്ല. ചുമ്മയും വായിച്ചു, വ്യാഖ്യാനിച്ചും വായിച്ചു, മനസ്സിലായില്ല. നിങ്ങളിപ്പോൾ കൈ ഉയർത്തി പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ വിശ്വാസപ്രകാരം രാവിലെ ഇവിടെ ചെല്ലിയതല്ലോ. എന്താ ചെല്ലിയ? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ദൈവത്തിന് എത്ര മക്കളാ? നിങ്ങൾ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? തൊട്ട് മുമ്പേ കൈയ്യർത്തിട്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഏകപുത്രനായിപ്പോയി. ഇതെന്ത് പരിപാടിയാ? ബൈബിളിൽ എവിടെയെങ്കിലും ദൈവം മനുഷ്യനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ദൈവത്തിന് മക്കളുണ്ടാവോ? ബൈബിൾ പറഞ്ഞ ഇങ്ങനെയാണ്, സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ഉറക്കെ പറഞ്ഞ്, ഞാൻ ഈ മൈക്കിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്റെ മോനാണെന്ന് അർത്ഥം, മോളാണെന്ന് അർത്ഥമുണ്ടോ? ഇതെന്റെ സൃഷ്ടിയാണ്. ഇതെന്റെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഇളക്കം തട്ടും. എങ്ങാനും നിങ്ങൾ കാണിച്ചു തന്നെ ഞാനിപ്പോൾ അത് വിശ്വസിക്കുകയും ചെയ്യും. എൻ്റെ പൊന്നുമക്കളെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ദൈവത്തിന് ഒരേ ഒരു മോനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. യോഹന്നാൻ 1:12 പറയും, യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു എന്ന്. ഭൂമിയിലുള്ള മനുഷ്യരെ ദൈവത്തിന്റെ മക്കളാക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ഒരേ ഒരു മകനെ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് അയച്ചത്, തന്റെ ഏകജാതനെ അയച്ചത്. യോഹന്നാൻ 3:16. യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു അവനാണ് ദൈവത്തിന്റെ ദത്തുമകൻ, ദത്തുമകൾ എന്ന് പൗലോസ്ലീഹ പറയുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദത്തുമക്കളാണ് നമ്മൾ. മുസ്ലിമീങ്ങൾ ദൈവത്തെ അപ്പാന്ന് വിളിക്കും, ഹിന്ദുക്കൾ ദൈവത്തെ അപ്പാന്ന് വിളിക്കും. ഇങ്ങനെ വിളിച്ചതുകൊണ്ട് ആരെങ്കിലും അപ്പനാവോ? ഇല്ലല്ലോ. ഞാൻ ഒരു സംഭവം പറയാം. ഒരിക്കലും ഞാൻ അവിടെ സ്റ്റേജ് ക്ലാസ് സാക്ഷ്യം പറയാൻ കയറിയപ്പോൾ എൻ്റെ അപ്പനെ പോലെ മുമ്പിൽ ഒരാൾ എൻ്റെ നെഞ്ചു കിടന്ന് വല്ലാതെ വറക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ അപ്പനെ ഇവിടെ കിടക്കും. പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഒക്കെ അമ്മുക്ക് പിടിച്ച് സ്റ്റേജിന്റെ പുറകെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ എന്നെ വന്ന് കേട്ടി ഒറ്റപ്പെടുത്തി. എന്നിട്ട് എൻ്റെ മോനേന്നങ്ങ് വിളിച്ചു. ഇയാൾ എന്നെ മോനെന്ന് വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ അപ്പച്ചാന്നങ്ങ് വിളിച്ചു. അയാൾ എൻ്റെ അപ്പനും അല്ല, ഞാൻ അയാളുടെ മോനും അല്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ അങ്ങ് പരസ്പരം വിളിച്ചു പോയി ആ കെട്ടിപ്പിടുത്തത്തിൽ. പിന്നെ അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായി, എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമായി. എല്ലാ ആഴ്ചയും ഫോൺ ചെയ്തിട്ട് എനിക്ക് സുഖമാണോ എന്ന് അയാൾ അന്വേഷിക്കും. എല്ലാ ക്രിസ്മസ് ഈസ്റ്ററിനൊക്കെ എനിക്ക് പാൻറ്റും ഷർട്ടും ഷൂ ഒക്കെ മേടിച്ച് ഇയാൾ വരും. തമിഴ്നാട്ടിലെങ്ങാനുള്ള മനുഷ്യൻ എന്നെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടു വരും. അങ്ങനെ ഭയങ്കര സ്നേഹം ഞങ്ങൾ തമ്മിൽ, അപ്പനായി മോനായി. അയാളുടെ ബാക്കി മക്കൾക്കൊക്കെ എന്നെ അതിൻ്റെ അപ്പുറം സ്നേഹം, അവരെക്കാൾ അവർക്ക് എന്നോട് സ്നേഹമായി. പക്ഷെ നിങ്ങൾക്കൊരു കഥ ഒക്കെ ഉണ്ടാവും. അടുത്ത നാളിൽ അയാൾ മരിച്ചുപോയി. മരിച്ചതല്ല എനിക്ക് സങ്കടമായി. എനിക്ക് സങ്കടമായത് എന്താണെന്ന് തുറന്നു പറഞ്ഞോട്ടെ. അയാൾ മരിക്കുന്നതിന് മുമ്പ് വിൽപ്പത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പ്രോപ്പർട്ടി അയാളുടെ എല്ലാ മക്കൾക്കും എഴുതി കൊടുത്തിട്ട് എനിക്ക് 1 സെന്റ് പോലും അയാൾ എഴുതി വെച്ചില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പാന്ന് വിളിച്ചത് വേസ്റ്റായിപ്പോയി. ആരെയും കയറി അപ്പാന്ന് വിളിച്ചത് കൊണ്ടും അവകാശം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ദത്തുമക്കളാവണം. യേശുവിന്റെ രക്തത്താല് ദത്തുമക്കളായാൽ ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അപ്പൊ അമ്മയ്ക്ക് സ്വർഗത്തിൽ ഒരു 10 സെന്റ് സ്ഥലവും ഒരു വീടും ദൈവത്തിന്റെ കൂടെ നിത്യമായി വസിക്കാൻ വേണമെങ്കിൽ ദൈവത്തിന്റെ മോളാകണമെങ്കിൽ തന്നെ സ്വീകരിക്കണം. ആരെ? യേശുവിനെ. ഒന്നുറക്കെ പറഞ്ഞേ. അപ്പൊ യേശുവിനെ സ്വീകരിച്ച ഉടനെ ഞാൻ ദൈവത്തിന്റെ മകനായി. ഇന്ന് എനിക്കൊരു അഡ്രസ്സുണ്ട്. I am the child of Almighty God. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പൊന്നോമന മോനാണ് ഞാൻ. ഇനി എനിക്ക് വേറെ ആരും വേണ്ട, എൻ്റെ അപ്പൻ മതി. വൈ? ബിക്കോസ് ടാറ്റ കമ്പനിയുടെയും ബിർള കമ്പനിയുടെയും ഓണർ എൻ്റെ ഡാഡിയാണ്. ദൈവം എൻ്റെ ഡാഡിയാണ്. ഞാൻ എപ്പോഴൊക്കെ ദൈവത്തെ ഡാഡി എന്ന് വിളിക്കുന്നു, ദൈവത്തെ എൻ്റെ അപ്പച്ചനായി കാണുന്നു, ആ സമയത്തൊക്കെ എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുതരം സന്തോഷം മനസ്സിലുണ്ടാവും. God is my dad. It's beyond my expression. ദൈവം എൻ്റെ ഡാഡിയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പോരാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് ആ വിഷയം ഞാൻ കട്ട് ചെയ്തു. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പറയുന്നു പാപം ചെയ്ത നരകത്തിൽ, നന്മ ചെയ്ത സ്വർഗത്തിൽ.
പാപം എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന ലംഘിക്കുന്നതാണ്. എന്താണ് പാപം? ഈ ലോകത്തിൽ ഏറ്റവും അധികം ദൈവകൽപ്പനയുള്ള മതം ഇസ്ലാമാണ്. ഒരു മുസ്ലിം ബാത്റൂമിൽ പോകണമെങ്കിൽ കൽപ്പന എന്താണെന്നറിയാമോ? ഇടത്തെ കാല് വെച്ച് കയറണമെന്നാണ്. വലത്തെ കാല് വെച്ച് കയറിയാൽ പാപം ചെയ്തു. ബാത്റൂമിൽ നിന്നാ പാപം ചെയ്തു. നേരെ ഇരുന്നാ പാപം ചെയ്തു. ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കണം എന്നാ നിയമം. ഞാൻ അറബി കോളേജിലായിരുന്നപ്പോൾ കലി വന്നിട്ട് എൻ്റെ ടീച്ചറിനോട് ചോദിച്ചു, എൻ്റെ പൊന്നു ടീച്ചറെ എന്തിനാ ഇടത്തോട്ട് ചെരിയുന്നത്? നീ പോയി ഒരു കുപ്പി വെള്ളം കൊണ്ടുപോടാ, ഞാൻ കാണിച്ചു തരാം. ഞാനൊരു കുപ്പി നിറച്ച് വെള്ളം കൊണ്ടുവന്നപ്പോൾ ആൾ പറഞ്ഞു കുപ്പി നേരെ കമത്തി പിടിയിടാം. കുപ്പി നേരെ കമത്തി പിടിച്ചപ്പം വെള്ളം പോകാൻ അല്പം ബുദ്ധിമുട്ട്, ബിടുക്കും. ആൾ പറഞ്ഞു കുപ്പി അല്പം ചെരിച്ച് പിടിയിടാം. കുപ്പി അല്പം ചെരിച്ച് പിടിച്ചപ്പം വെള്ളം വളരെ ഈസി ആയിട്ട് പോയി. ആൾ പറഞ്ഞു അതിനാ തന്നോട് ഞാൻ അവിടെ ചെരിഞ്ഞിരിക്കാൻ പറഞ്ഞേ. നിങ്ങൾ ചിരിച്ചാൽ മതി, നാളെ പ്രാക്ടീസ് ചെയ്തേക്കരുത്. സോറി. ഇങ്ങനെ ഇസ്ലാമിൽ ആയിരക്കണക്കിന് കൽപ്പനകളുണ്ട്. കൽപ്പന ലംഘിക്കുന്ന മുസ്ലിമീങ്ങൾ പാപികളാണ്. പാപികളായ മുസ്ലിമീങ്ങൾ 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കുന്ന അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ലോകത്തിലുള്ള 163 കോടി മുസ്ലിമീങ്ങളും 5 നേരം നിസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടും അവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചുവോ പാപം ക്ഷമിച്ചുവോ എന്ന ഉറപ്പ് അവർക്ക് ലഭിക്കുന്നില്ല. കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ വർഷം തോറും മക്കയിലേക്ക് പോയി ഹജ്ജ് ചെയ്യുന്നു, മദീനയിലേക്ക് പോയി തവാഫ് ചെയ്യുന്നു പാപമോചനത്തിനായി. പക്ഷേ അവരുടെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് അവർക്കും ലഭിക്കുന്നില്ല. കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ വർഷം തോറും ബലിപെരുന്നാൾ എന്ന ദിവസത്തിൽ, ബക്രീദ് എന്ന ദിവസത്തിൽ മൃഗത്തെ അറുത്തിട്ട് അതിന്റെ രക്തത്തെയും മാംസത്തെയും ദൈവത്തിന് ദാനം ചെയ്യുന്നു. പാപമോചനത്തിന് വേണ്ടിയാണ്. പക്ഷേ അവരുടെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന ഉറപ്പ് അവർക്കും ലഭിക്കുന്നില്ല. കോടിക്കണക്കായ ഹിന്ദുക്കൾ വർഷം തോറും ഋഷികേശിയിലേക്കും ഹിമാചലിലേക്കും അരുണാചലിലേക്കും ഗംഗയിലേക്കും പളനിയിലേക്കും ശബരിമലയിലേക്കും അവർ യാത്രയാകുന്നു. അവർ പല പുഴകളിലും മുങ്ങുന്നു, കുളിക്കുന്നു, നീന്തുന്നു, അവർ തപസ്സനുഷ്ഠിക്കുന്നു. പക്ഷേ അവരുടെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന ഉറപ്പ് അവർക്കും ലഭിക്കുന്നില്ല. നിങ്ങൾക്കറിയോ, ചില വർഷങ്ങൾക്ക് മുമ്പ് മധുര യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു തമിഴ് പത്രത്തിൽ വായിച്ച കാര്യം ഓർമ്മ വരികയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും ഹിന്ദുവായ ഒരു ബ്രാഹ്മണ മനുഷ്യൻ തൻ്റെ ഒരേ ഒരു മകന്റെ കൈപിടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കാൽനടയായി വന്നു. അവൻ പട്ടിണി കിടന്ന് ചെരുപ്പില്ലാതെ ടാറിട്ട റോഡിലൂടെ കേരളത്തിലേക്ക് നടന്നു വരുമ്പോൾ അവന്റെ ദൈവങ്ങളോടും ദേവതകളോടും അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ ദേവതകളെ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എനിക്ക് വിടുതൽ നൽകണമേ, രക്ഷ നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന്. കേരളത്തിലുള്ള ഒരുപാട് ദൈവങ്ങളോടും ദേവതകളോടും നുറുങ്ങിയ ഹൃദയത്തോടെ അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും അവന്റെ പാപം ദൈവങ്ങൾ ക്ഷമിച്ചു എന്ന് ഉറപ്പില്ലാതെ വന്നപ്പോൾ മകന്റെ കൈ പിടിച്ചവൻ തമിഴ്നാട്ടിലേക്ക് യാത്രയായി. തമിഴ്നാട്ടിലുള്ള ഒരുപാട് മലകളിൽ പട്ടിണി കിടന്ന് നുറുങ്ങിയ ഹൃദയത്തോടെ സഞ്ചരിച്ചിട്ടവൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ ദേവതകളെ, ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, രക്ഷ നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന്. പക്ഷേ തമിഴ്നാട്ടിലുള്ള ഒരു ദൈവവും ദേവതയും അവന് പാപമോചനവും വിടുതലും കൊടുത്തു എന്ന ഉറപ്പ് ലഭിക്കാതെ വന്നപ്പോൾ മധുരൈ എന്ന നാട്ടിലുള്ള കാളി എന്ന ദേവതക്കർപ്പിക്കപ്പെട്ട ഹിന്ദു അമ്പലത്തിനകത്ത് കയറി ചെന്നിട്ട് പൂജാരിയുടെ നിർദ്ദേശമനുസരിച്ച് തന്റെ ഒരേ ഒരു മകന്റെ പിരടി വാക്കത്തി കൊണ്ട് വെട്ടിച്ചേദിച്ച് മകന്റെ തലയോട്ടി ഉരിഞ്ഞെടുത്തിട്ട് മകന്റെ ചോര തലയോട്ടിയിൽ പിഴിഞ്ഞെടുത്ത് ആ പച്ച ചോര തലയോട്ടിയിലെടുത്തിട്ട് ഇവൻ കാളിയുടെ മുമ്പിൽ മുട്ടുകാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, കാളിയേ, എന്റെ ഒരേ ഒരു മകന്റെ പച്ച ചോര പച്ച തലയോട്ടിയിൽ വെച്ച് നീ കുടിച്ചിട്ടെങ്കിലും എനിക്ക് വിടുതൽ നൽകണമേ, രക്ഷ നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന്. ഇത് 2000 ആണ്ട് ജനുവരി മാസത്തിന്റെ ആദ്യത്തിൽ ദിനത്തന്തി എന്ന തമിഴ്നാട്ടിലെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ സഹിതം വന്ന വാർത്തയാണ്. 3 മാസം മുമ്പ് ബോംബെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ടിൽ കണ്ട വാർത്ത അറിയോ? ഒരമ്മ 7 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ടൊരു ദേവതയുടെ മുമ്പിൽ പോയി നിന്ന് ആ കുഞ്ഞിന്റെ തലയും പിരടിയും കൂട്ടിച്ചേർത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞ് കഴുത്തിലൂടെ ചോര ഊറ്റിയെടുക്കുന്ന രംഗമ്മ. ഇവളും പ്രാർത്ഥിക്കുന്ന, ദൈവമേ, എൻ്റെ മകളുടെ ചോര കുടിച്ചിട്ട് എനിക്ക് വിടുതൽ നൽകണമേ, രക്ഷ നൽകണമേ, പാപമോചനം നൽകണമേ എന്ന്. ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ സ്വന്തം ജീവനും സ്വന്തം മക്കളുടെ ജീവനും ദൈവങ്ങൾക്കും ദേവതകൾക്കും കുരുന്നായി അർപ്പിച്ചിട്ടും ഇവരുടെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന ഉറപ്പ് ഇവർക്കാർക്കും ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യന് പാപമോചന ഗ്യാരണ്ടി നൽകുന്ന ഒരേ ഒരു മതം, അത് ക്രിസ്തു മതം മാത്രമാണ്. ഒരു മുസ്ലിം ലുക്ക്. ഞാൻ വിചാരിച്ചു ഇവള് മുസ്ലിമാണ്, എന്നെ അടിക്കാൻ വരാൻ. പെട്ടെന്ന് മൈക്ക് അവളുടെ കൈ കൊടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഒറ്റോട്ടം. ആ സ്ത്രീ മൈക്കെടുത്ത് അവിടെ നിന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: My name is Fatima Rabello. I came from Goa. 4 years before there was an accident for me. Due to the accident, my both legs were paralyzed.
I could not keep my legs on ground last 4 years. I came to the center by ambulance and I came to this hall by wheelchair. That's my wheelchair and he's my son who pulled me here. But when all of you said hallelujah louder, without my knowledge I stood up. Now I can see my both legs are functioning very well. അവൾ അവിടെ കിടന്ന് ചാടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. 4 വർഷം മുമ്പ് ആക്സിഡന്റ് ഉണ്ടായി, 2 കാലം തളർന്നു പോയി, കാല് തറയിൽ വെക്കാത്തൊരമ്മ, ആംബുലൻസിൽ വന്നൊരമ്മ ഹാലലുയ പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് സ്റ്റേജിലേക്ക്. അവൾക്ക് തന്നെ അറിയാൻ പാടില്ല അങ്ങനെ സംഭവിച്ചു. ഞാനും അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് റൂമിൽ പോയിരുന്ന് ആലോചിച്ചു, ചേട്ടാ പണ്ട് മുസ്ലിമായിരുന്ന കാലത്ത് ഞാൻ ഒത്തിരി രോഗിയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ അള്ളാഹ് തമ്പുരാൻ ആരെയും സുഖപ്പെടുത്തിയില്ല. എനിക്ക് രോഗം വന്ന് പ്രാർത്ഥിച്ചു, എന്നെയും സുഖപ്പെടുത്തിയില്ല. ഇത് ഹാലലുയ പറഞ്ഞപ്പോൾ ഈ തളർന്ന് കിടന്ന അമ്മ എഴുന്നേറ്റ് ഓടിയതിൻ്റെ കാര്യം എന്താ? അവരിപ്പോൾ US ഈ ഫാത്തിമ റബല്ലോ എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ എനിക്കൊരു സംശയം, ഇതെന്താ സംഭവം? കാര്യം പറയട്ടെ, ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 6666 വാക്യങ്ങളും മുഴുവനും പഠിച്ചാലും മുഹമ്മദ് നബിയോ അള്ളാഹുവോ ഒരു രോഗിയെ സുഖപ്പെടുത്തി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി രോഗം വന്ന് മരിച്ചുപോയെന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ഖുർആനിൻ്റെ 3-ാം അധ്യായം 48-ാം വാക്യം പറയുന്നു, ജന്മന അന്ധനായവനെയും വെള്ളപ്പാണ്ട് രോഗിയെയും കുഷ്ഠരോഗിയെയും യേശു ക്രിസ്തു സുഖപ്പെടുത്തി. അടുത്ത വാക്ക് ഖുർആൻ പറയുന്നു, അതേ യേശു ക്രിസ്തു ഇപ്പോഴും ജീവിക്കുന്നു. സുഖപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇപ്പോഴും ജീവിക്കുന്നെന്ന് ഖുർആൻ. 2 കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി വാതുറന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നും കൂടെ വാതുറന്ന് ഉറക്കെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയാൻ പോയി ഒരുപാട് പറയണം. 2-3 പ്രാവശ്യം എൻ്റെ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു. ലാസ്റ്റ് ഓപ്പറേഷൻ തിരുവനന്തപുരം RCCയിൽ വെച്ച് നടത്തുന്നത്. ഓപ്പറേഷന് പോയപ്പം ഡോക്ടർ പ്രദീപ് എന്നോട് പറഞ്ഞൊരു ഡയലോഗ്, ഇനി ജന്മത്തിൽ നിനക്ക് പ്രസംഗിക്കാൻ പറ്റിയല്ല, പക്ഷേ ഞാൻ പ്രസംഗിക്കേണ്ട, ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്ത ഓപ്പറേഷൻ കയറ്റിയേ. പക്ഷെ ഓപ്പറേഷൻ ചെയ്ത ആളാണ് ഈ ഒച്ചത്തിൽ പ്രസംഗിക്കണേ. ഈ ലോകത്തിൽ ഒത്തിരി ദൈവങ്ങളും ദേവതകളും ഉണ്ട്. പക്ഷേ ഈ ദൈവങ്ങളുടെയും ദേവതകളുടെയും എല്ലാം കൂട്ടത്തിൽ മനുഷ്യൻ്റെ ശാരീരികമായ വേദനകൾ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരേ ഒരു ദൈവം കുരിശിൽ പിടഞ്ഞു മരിച്ച യേശു ക്രിസ്തു മാത്രമാണ്. വേറെ ഒരു ദൈവത്തിനും നമ്മളുടെ വേദന മനസ്സിലാക്കാൻ പറ്റില്ല. അവൻ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മുൾമുടി ധരിച്ച്, ചമ്മട്ടിവാരടിയേറ്റ്, പട്ടിണി കിടന്ന്, ദാഹിച്ച് നാക്ക് നീട്ടിയ, ഉടുതുണി ഇല്ലാതിരുന്ന, നാണക്കേട് സഹിച്ച എന്ന് പറയേണ്ട, ഞാൻ ഈ ഭൂമിയിൽ സഹിക്കേണ്ടി വരുന്ന സകല വേദനകളും സഹിച്ചൊരു ദൈവം. നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്ക് പങ്കിടാൻ ഈ ഒരു ദൈവം മതി, വേറെ ആരും വേണ്ട. 2 കൈ സ്വർഗത്തിൽ. ഞാൻ ചോദിക്കട്ടെ, 50 ലക്ഷം രൂപയുടെ മെഴ്സിഡസ് ബെൻസിൽ യാത്ര ചെയ്യുന്നൊരു പണക്കാരൻ, 500 രൂപയുടെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നൊരു പാവപ്പെട്ടവൻ, ഈ 50 ലക്ഷംകാരൻ 500 രൂപയുടെ സൈക്കിൾ കാണുമ്പോൾ ഒരു തുപ്പ്. പക്ഷേ അവസാനം സംഭവിക്കുന്നതെന്നറിയോ? 50 ലക്ഷത്തിലെ കാറുള്ളവനും 500 രൂപയുടെ സൈക്കിളുള്ളവനും ശവപ്പെട്ടി എന്ന ഒരേ ഒരു കാറിൽ യാത്ര ചെയ്യും. അവസാന വണ്ടി എല്ലാവർക്കും ഒന്ന്. വലിയ മണിമാളികയിൽ കിടക്കുന്നവനും കടത്തിണ്ണയിൽ കിടക്കുന്നവനും അവസാനം കിടക്കുന്ന ഭവനത്തിൻ്റെ പേര് 6 അടി മണ്ണ്. ഇവിടെ ആർക്ക് എന്ത് വലുമത്തരം? ആർക്കെന്ത് വലുമത്തരം? നിങ്ങൾ എന്നെ കുഴിച്ചിടും. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഈ നിന്ന നിപ്പിൽ ഒരു മുസ്ലിമായി മരിച്ചാൽ എനിക്ക് എന്താ സംഭവിക്കുകയെന്നറിയോ? മുഹമ്മദ് നബിക്ക് എന്താണോ സംഭവിച്ചത് അതെനിക്ക് സംഭവിക്കും. എന്താ മുഹമ്മദ് നബിക്ക് സംഭവിച്ചത്? എനിക്കറിയാൻ പാടില്ല. കാരണം മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം എങ്ങോട്ടാ പോയതിന് ചരിത്ര തെളിവില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച് മരിച്ചാൽ മരണശേഷം എനിക്ക് എന്ത് വരുമെന്നുള്ളതിന് ഉറപ്പില്ല. മുഹമ്മദ് നബി മാത്രമല്ല, ഗൗതം ബുദ്ധൻ, മഹാവീരൻ, ഗുരു നാനാക്ക്, ശിരടി ബാബ, കാളി, മുരുക, അയ്യപ്പ, ഒരുപാട് ദൈവങ്ങളും ദേവതകളും ഉണ്ട്. ഇവരെല്ലാം മരിച്ചിട്ട് അങ്ങോട്ട് പോയെന്നുള്ളതിന് ചരിത്രത്തിൽ തെളിവില്ല. അവരിൽ വിശ്വസിക്കുന്ന മരിക്കുന്നവനും എങ്ങോട്ട് പോകുന്ന തെളിവില്ല. പക്ഷേ ലോക ചരിത്രത്തിൽ മരിച്ചതിന് ശേഷം അഡ്രസ്സോടെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരേ ഒരാള് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചാൽ അഡ്രസ്സോടെ എനിക്കും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. ഈ വിശ്വാസമാണ് എന്നെ ഇന്നും ക്രിസ്ത്യാനിയാക്കി നിർത്തുന്നത്. 2 കൈ സ്വർഗത്തിൽ